ഇന്ത്യ മറ്റൊരു ചൈനയായിട്ട് മാറുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഭയം. ഒരു ചൈനയെ തന്നെ അവർക്ക് സഹിക്കാൻ വയ്യ, ഇനിയൊരു ചൈനയെ കൂടെ സഹിക്കാനുള്ള ശേഷി എന്തായാലും പാശ്ചാത്യർക്കില്ല. അപ്പോൾ പരമാവധി ഇന്ത്യയുടെ വളർച്ച തടയുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ അവർ വിചാരിച്ചിരുന്നത് ഒരു BJP അധികാരത്തിൽ വരികയും അതുവഴി വളർച്ചയെ തടയാനും കഴിയുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. കാരണം BJP അധികാരത്തിൽ വരാൻ വേണ്ടി ഉപയോഗിച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, ഹിന്ദു വർഗീയതയാണ്. കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന അതേ ടൂളുകൾ തന്നെ കുറച്ചുകൂടെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഒരു ഹിന്ദു പാർട്ടിയായിട്ട് വന്നത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിച്ച് അവർ അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യർ വിചാരിച്ചിരുന്നത് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് കൂടുതൽ കലാപങ്ങളായിരിക്കും, ഇന്ത്യ തകർച്ചയിലേക്ക് പോവുകയും ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താനും കഴിയും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം, BJP അധികാരത്തിൽ വന്നതിന് ശേഷം വർഗീയ കലാപങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു. പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഒരുപാട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു. ഈവൻ UP-യിലും ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ നടന്നിരുന്ന കലാപങ്ങളുടെയൊക്കെ എണ്ണം വളരെ കുറയുകയും നേരെ തിരിച്ചാവുകയും ചെയ്തു. സ്ഥിരമായ ഭരണം സംഭവിച്ചു കഴിഞ്ഞാൽ പുരോഗതിക്ക് ഏറ്റവും നല്ലത് അതാണ്. അതിനെ തടയുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതിനവർ പല രീതിയിലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് നോക്കി. ഇലക്ഷനുകളിൽ പരാജയപ്പെടുത്താമെന്ന് അവർ കരുതിയിരുന്നു, പക്ഷേ അത് നടന്നില്ല. രാഹുൽ ഗാന്ധിയൊക്കെ പോലെയുള്ള നേതാവിനെ വളരെ രീതിയിൽ അവർ ബാക്കപ്പ് ചെയ്ത് നമുക്കറിയാം. രാഹുൽ ഗാന്ധി പലപ്പോഴും വിദേശയാത്രകൾ നടത്തുന്നത് പലതിനും ഇതിനു വേണ്ടിയാണെന്നുള്ളതിൻ്റെ രേഖകൾ പലതും ഇന്ന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോലും ഉണ്ട്. അവരത് ആവശ്യമുള്ളപ്പോൾ പുറത്തിറക്കാമെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അത് വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ബുദ്ധിജീവികളെ വിലക്കെടുക്കുകയാണ്. അതിനാണ് ഈ അവാർഡുകൾ. നമ്മുടെ നാട്ടിൽ ബുദ്ധിജീവികളെ അവാർഡ് കൊടുത്ത് സർക്കാരുകൾ കയ്യിലെടുക്കുന്ന അതേ പരിപാടി തന്നെ മറ്റുള്ള നേതാക്കളെ നോക്കിയത്. ഇവൻ അരവിന്ദ് കെജ്രിവാളിനെ ഒക്കെ നോക്കിയത്. അരവിന്ദ് കെജ്രിവാളിന് മഗ്നസ അവാർഡ് കിട്ടിയത് നമുക്കറിയാം. അവാർഡ് കൊടുക്കുക, അവർക്ക് ഫണ്ട് എത്തിച്ചു കൊടുക്കുക, ഇതുവഴി ശ്രദ്ധിക്കപ്പെടുകയും അവരുടെ വാക്കിനെ വില വരികയും ചെയ്യും. ഇപ്പം പുലിറ്റ്സർ അവാർഡ്, മാൻ ബുക്കർ പ്രൈസ് അവാർഡ്, നോബൽ പ്രൈസ്, ഇതെല്ലാം ഉപയോഗിക്കുന്ന ഓരോ ടൂളുകളാണ്. ഇവൻ നമുക്കറിയാം ബംഗ്ലാദേശിൽ ജൻസി കലാപത്തിന് ശേഷം അധികാരത്തിൽ വന്ന യൂനസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഒന്നുമില്ല, നോബൽ സമ്മാനം കിട്ടിയ ആളെന്ന് മാത്രമാണ് യൂനസിൻ്റെ ക്വാളിഫിക്കേഷൻ. അത് വെറുതെ കൊടുത്തതല്ല, അവർ ഭാവിയിലേക്ക് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവനെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത്. അതാണ് വളരെ സിമ്പിളായിട്ട് ബംഗ്ലാദേശിൽ അവർ നടത്തിയെടുത്തു. അതേ പരിപാടി തന്നെ നേപ്പാളിൽ പുട്ടുപോലെ നടത്തിയത് നമുക്കറിയാം. അത് ഇന്ത്യയിൽ നടത്താനുള്ള ശ്രമമാണ്. കാരണം ജനാധിപത്യ രീതിയിൽ ഉടനെയൊന്നും BJP താഴെ ഇറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് വന്നു കഴിഞ്ഞു. ഇന്ത്യ കൂടുതൽ പുരോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 20 കൊല്ലം ഈ ലെവലിലേക്ക് തുടർച്ചയായ ഭരണം കിട്ടുകയും ഇന്ത്യ ഈ രീതിയിൽ തുടർച്ചയായിട്ട് ഒരു 10-20 കൊല്ലം കൂടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഏതാണ്ട് ഒരു ഇന്നത്തെ ഒരു ചൈനയുടെ ഒരു ലെവലിലെങ്കിലും എത്തുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അതിനൊരു തടയിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.